ഹലോ. നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് കേട്ടോ. കണ്ണിന് ചെറുതായിട്ടൊരു ഫുഡ് ഇൻഫെക്ഷൻ അടിച്ചു. അപ്പോൾ അവനെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പുള്ളിക്ക് ആകെ വോമിറ്റിങ്, ലൂസ് മോഷൻ, ഫീവർ ഒക്കെ ആയിട്ട് ആളാകെ ടയേർഡായി പോയേ. ഹോസ്പിറ്റലിൽ വന്ന് സിസ്റ്റർമാരെയും ഡോക്ടറെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആൾ കുറച്ച് ഉഷാറായി കേട്ടോ. നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന പിള്ളേർക്ക് കൊടുക്കുന്നതെന്നല്ല, നമ്മൾ കഴിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും ലീവ്സ് ആയാലും എല്ലാം നമ്മൾ എത്രത്തോളം ക്ലീൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ക്ലീൻ ചെയ്ത് തന്നെ നമ്മൾ ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ചെറുത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു ഫുഡ് ഇൻഫെക്ഷൻ, അതെപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ നമ്മളെക്കൊണ്ട് എത്രത്തോളം സേഫായിട്ടിരിക്കാൻ പറ്റുമോ അത്രത്തോളം സേഫായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് അത്യാവശ്യം വീട്ടിൽ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളും ഇപ്പോൾ ഇലക്കറികളാണെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നത് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പരിമിത സ്ഥലമുള്ള ആൾക്കാർക്ക് പോലും ഗ്രോ ബാഗ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യുക. അല്ലാത്തവർ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ മാക്സിമം എത്രത്തോളം വൃത്തിയാക്കാൻ പറ്റുമോ വിനിഗറൊക്കെ യൂസ് ചെയ്ത് വൃത്തിയാക്കിയാൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞു. ഞാനൊക്കെ വിനിഗറൊക്കെ വെച്ചാൽ യൂസ് ചെയ്യുന്നത്, അല്ല ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. കണ്ണിന് ഒരു ലോഡ് മരുന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ മരുന്നെല്ലാം എങ്ങനെ കൊടുക്കും, അവൻ കഴിക്കുമോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.